ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് പറമ്പിലിറങ്ങാൻ അല്പം ലേറ്റായി പോയിട്ടോ. വേറെ ഇത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിലെ പണിയെന്ന് പറഞ്ഞതാ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞാനൊരു നാരകം കാണിച്ചായിരുന്നു. എബിൻ LKG വെച്ച് നട്ട നാരകം കേട്ടോ ഇത്. ഇപ്പം അത് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ. നമ്മൾ നാരക വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ കാ മുളച്ച അങ്ങനെ നാടൻ നാരകം കേട്ടോ. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ചെറിയൊരു ഒരെണ്ണം കായായിട്ടുണ്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാട്ടോ. അതിൻ്റെ ചുവടൊക്കെ നല്ല കാട് കയറി മൂടി കിടക്കണം. അപ്പോൾ അതൊന്ന് തെളിച്ച് ഇച്ചിരി വളമൊക്കെ ഇട്ട് കിടക്കാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീക്ക് വന്നാലേ പൊട്ടി ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മരുന്ന് അടിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ആയപ്പോഴാണ്. തൊട്ടടുത്തായിട്ട് ഇത് എൻ്റെ ജാതി കേട്ടോ. അപ്പോൾ അതും കാട് കയറി നിൽക്കുക. അത് ഈ പ്രാവശ്യം ചോട് കളിച്ചില്ല. ഫുള്ള് ചപ്പ് ചീഞ്ഞ് കിടക്കുന്നുണ്ടേ. അവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് വെച്ചിട്ട് കൊടുത്താൽ നല്ല വളമായിരിക്കും. അപ്പോൾ അതേ രണ്ടിൻ്റെയും ചോടൊക്കെ ഒന്ന് തെളിച്ചു കൊടുത്തു കേട്ടോ. അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് കാഴ്ച കണ്ടപ്പോഴേ ഇതിന് ഭയങ്കര സന്തോഷം. പിള്ളേരിങ്ങനെ നട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ ഫലം ഉണ്ടാകുമ്പോഴേ പിള്ളേരിങ്ങനെ നട്ടിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമല്ലോ ഇത്. അവർ നട്ടു, ബാക്കി നമ്മളെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. എന്നാലും അവർക്കത് ഭയങ്കര, അവർക്ക് പിന്നെ അതൊരു ഇൻസ്പിറേഷനാണ് അടുത്ത് നടാനുള്ളതൊക്കെ. അപ്പം നമ്മളതിൻ്റെ ബാക്കി ചെയ്തു കൊടുക്കാം. ഇത്ര നാളായിട്ട് കായ്ക്കാത്തതുകൊണ്ട് അവന് ഭയങ്കര ഒരു സങ്കടമാണ്. കായ്ച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ രണ്ടിൻ്റെയും ചോറ് അത്യാവശ്യം ഒന്ന് നനയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ നാരകത്തിൻ്റെയും ജാതിയുടെയും ചോടൊക്കെ നല്ല നീറ്റായിട്ടോ. വലിയ പെർഫെക്ഷനൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ, എന്നാലും അത്യാവശ്യം.